ഹായ് ഹായ് ഹലോ 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 എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും ഹായ് ഹായ് എല്ലാവർക്കും ഹായ് 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 അവൻ്റെയൊക്കെ എന്താ ജോമു നിങ്ങളൊക്കെ ഇങ്ങനെ സ്പാം ചെയ്യണേ ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ജോമിൻ്റെ അണ്ടി പോടാ ലവൺ. ഗൈസ് എൻ്റെ അമ്മോ ഷാനു തോമസ് ബ്രോ നേരെ വന്നിട്ട് 5 മെമ്പർഷിപ്സ്. ഷാനു തോമസ് ബ്രോ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഡബിൾ ഈകളൊന്ന് വെള്ളം കുടിച്ചതിൻ്റെ ആണോ അവൻ്റെ ഒക്കെ ഗൈസ്? ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞോട്ടെ, ഈ സ്ട്രീം വളരെ ചെറിയ സ്ട്രീം ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം 2 അച്ചിപ്പട്ടികൾ ഇവിടെ കയറി വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് ലൈവിൽ തന്നെ ലിപ് ലോക്ക് ചെയ്യുന്നു, കടിച്ചു പറിച്ചു, ഇതെല്ലാം ചെയ്തിട്ട് അവന്മാർ പോയത് ഓർമ്മയുണ്ടോ? അന്ന് തൊട്ട് ഞാൻ കിടപ്പില്ല, അറിയാവോ? ഈ 2 ഹോസ്പിറ്റലില്ല, ഈ ബോബോയും കണ്ണാപ്പിയും, ഇത് 2 വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് ഹോസ്പിറ്റലില്ല. എന്നെ ഇവിടെ വന്ന് കടിച്ച് പറിച്ച് എനിക്കും തന്ന് പനിയായി. ഞാൻ പോയി പരിപാടിക്ക് ട്രാവൽ ചെയ്തപ്പോഴത്തേക്കിന് ഞാൻ ചത്ത് കഴിച്ചു. ഞാൻ ഇന്നലെയും ട്രിപ്പിട്ട് കിടക്കുമായിരുന്നു. എൻ്റെ സൗണ്ടും പോയി. എൻ്റെ സൗണ്ട് മാറ്റം ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനകത്ത് കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന്. എൻ്റെ സൗണ്ടും പോയി, എല്ലാ പറയും പോയി. എനിക്ക് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതേപോലെ ആയിപ്പോയി. എനിക്ക് സംസാരിക്കാനും വയ്യ. ഞാൻ വന്നൊരു 24 hours ലൈവൊക്കെ ഇടുന്നത്. ഇന്ന് സത്യം പറഞ്ഞാൽ ചെറിയൊരു ഷോർട്ട് സ്ട്രീം ആയിരിക്കും. എനിക്ക് വയ്യ കഴിച്ചു. എൻ്റെ തൊണ്ട സ്ട്രെയിൻ എടുക്കലെന്ന് ഓൾറെഡി ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഓൾറെഡി തുടങ്ങിയതാണ്. എനിക്ക് വയ്യ, ചത്ത് ഞാൻ അതുപോലെ ആയി. ഇവനെ ഒന്ന് ഞാൻ ഇനി വീട്ടിൽ കയറ്റൂലേ. എന്നിട്ട് നാളെ ചിലപ്പോൾ BGM ഒക്കെ ഇട്ട് വീഡിയോ വരുമായിരിക്കും. വാസുവാണ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് കേട്ടാ. അവനൊക്കെ എവിടുന്നൊക്കെയോ പോയി ഏതൊക്കെയോ മറ്റേ ഇൻഫ്ലുവൻസ ഇസഡും വൈയും എക്സും ഒക്കെ പിടിപ്പിച്ചുകൊണ്ട് എനിക്ക് കൊണ്ട് തന്ന്. ഗൈസ് അപ്പോൾ എല്ലാവർക്കും ടോക്സിക് ടീച്ചറോ? അതെന്താ ടോക്സിക്? എന്താ പുതിയ പടമാണല്ലോ ആണോ? ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം, എല്ലാവർക്കും വെൽക്കം. ഞാൻ നമുക്ക് നോക്കാം ഗൈസ്, നോക്കാം തുടങ്ങാം. എല്ലാവരും വരട്ടെ. സിറ്റി ഡൗൺ ആണോ? സിറ്റി ഡൗൺ ആയോ? നമുക്ക് എന്തായാലും നമുക്ക് കുറച്ച് നേരം ഡിസ്കൗണ്ട് റോൾസ് ഒക്കെ നോക്കി ഇതാക്കാം. നാളെ ഗ്യാങ് ഫണ്ട് കളക്ഷൻ നാളത്തേക്ക് നാളെ ഉറപ്പായിട്ടും ഗ്യാങ് ഫണ്ട് കളക്ഷൻ നടത്തുന്നതായിരിക്കും. നാളെ ആയിരിക്കും ഗ്യാങ് ഫണ്ട് കളക്ഷൻ. നമ്മുടെ കുറച്ച് പേര് ഇന്ന് ഇല്ല, ഓൾറെഡി ഇന്ന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഞാൻ കണ്ട് കഴിച്ചു ഇന്നലത്തെ 3v7. ആ സിറ്റുവേഷൻ അൺവാണ്ടഡ് ആയിരുന്നെങ്കിലും ആ സിറ്റുവേഷൻ കുറച്ച് അൺവാണ്ടഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എവിടെ നിന്നൊക്കെ ആള് വന്ന് ഇവന്മാരെന്താ അടിച്ചതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേര് നിന്ന് അവന്മാരൊരു 7-8 പേരെ അങ്ങ് തല്ലി. സ്നൈപ്പും ഇവരും എല്ലാവരും കൂടെ. നിങ്ങളെല്ലാം സിറ്റുവേഷൻ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ വേറൊരു കാര്യം കൂടെ കാണിക്കാനുണ്ട് ഗൈസ്. ഞാൻ അതുപോലെ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് 3D പ്രിന്റ്. ഇതൊരു മൾട്ടി കളേർഡ് ഡ്രാഗൻ ആണ്, കണ്ട? എൻ്റെ ഡ്രാഗൻ കുഞ്ഞ്. ഇതൊരു ഡ്രാഗൻ ആണ്. ഇത് നമുക്ക് ഇതൊരു സിംഗിൾ പ്രിന്റാ. ഇതൊന്നും ചെയ്യണ്ട, ഇതൊരു സിംഗിൾ പ്രിന്റ് ആണ്. കണ്ട? ഇത് നമുക്കിങ്ങനെ ഒരു ചെറിയൊരു ഡ്രാഗൻ. ഞാൻ ഇതിന്റെ വലുതിനെയൊക്കെ പ്രിന്റ് എടുക്കുന്നുണ്ട്. സോ വിഷയ സാധനല്ലേ, കണ്ട? അതിൻ്റെ കൂടെ ഒരു ചെറിയ ബോട്ടും. ഇത് എല്ലാ 3D പ്രിന്റർ മേടിക്കുമ്പോഴും നമ്മൾ ഫസ്റ്റ് പ്രിന്റ് ടെസ്റ്റ് ചെയ്യണത് ഈ ഒരു ഷേപ്പ് പ്രിന്റ് ചെയ്തിട്ടായിരിക്കും. ഇത് കണ്ട, ഇതാണ് സാധനം. സോ പ്രിന്റർ എനിക്ക് ഇന്നാ കിട്ടിയത്. ഞാൻ ഇന്ന് എല്ലാം ഒന്ന് അഴിച്ചു വെച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി നോക്കിയതേ ഉള്ളൂ. എനിക്ക് കുറച്ച് നല്ല നല്ല സാധനങ്ങൾ. നമ്മുടെ ജോക്കി വന്നില്ലല്ലേ ലൈവ്? കള്ളൻ. അമിത് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 1 ഈഗിൾ ഗെയിം മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും കള്ളനാ വരുത്തില്ല. ഇതൊക്കെ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ആനയുടെ അവിടെ വരെ എത്തുമെന്ന് കേട്ടാ. പുള്ളി ചുമ്മാ പറയണതല്ലേ ഇതൊക്കെ കള്ളനല്ലേ ഇതൊക്കെ. ടർഫ് ഓപ്ഷൻ ഉണ്ടോ? അല്ല, ടർഫ് ഓപ്ഷൻ അല്ല, കോളിംഗ് അല്ലേ? അത് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞേക്കാം. ഒരു സെക്കൻഡ്. ടർഫ് വിളിക്കുന്ന ദിവസം എന്നല്ലേ? ടർഫ് വിളിക്കണേ. ഓക്കെ, എന്റെ സൗണ്ട് പോയി. അണ്ണാ ആയിക്കോട്ടെ, ബ്രേക്കപ്പ് എനിക്ക് പറ്റണില്ല അണ്ണാ. എടാ നീ ഏതെങ്കിലും കൂട്ടുകാരെ വെച്ച് അന്വേഷിപ്പിച്ചിട്ട് അവളും ഈ അവസ്ഥയിൽ തന്നെ പറ്റാതിരിക്കുവാണോ നോക്ക്. അല്ലെങ്കിൽ മൂവ് ഓൺ ബ്രദർ. മോസ്റ്റ് ഓഫ് ദ കേസിൽ അങ്ങനെ. നിങ്ങളുടെ കേസ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും പുള്ളിക്കാരിയും
ഇതുപോലെ വിഷമിച്ച് ഷോ ഓടിച്ചിരിക്കുവാണെങ്കിൽ നീ വിഷമിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്. അല്ലെങ്കിൽ പുള്ളിക്കാരി ചില്ലാണ്, നീ മാത്രം കരഞ്ഞോണ്ടിരിക്കാനാണെങ്കിൽ ഇതിങ്ങനെ ഒരു ടൈം ടേബിൾ പോലെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വെള്ളമടിയാവും, അതാവും, ഇതാവും. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ, എന്തിനാണ് വിഷമിക്കണം? അതിനൊക്കെ വിഷമിക്കാൻ വേറെ എന്തൊക്കെ റീസൺസ് ഉണ്ടാ? എന്തോ ഒരു റീസൺസ് ഉണ്ട്. MRC ഗ്യാങ് ലിസ്റ്റ് വന്നു. MRC ഗ്യാങ് ലിസ്റ്റോ? ഇല്ല, ഞാൻ കണ്ടില്ല. അത് എവിടെ കിടക്കുന്നുണ്ട്? MRCയുടെ ഗ്യാങ് ലിസ്റ്റ് എവിടെ ഉണ്ട്? അവര് മൊത്തത്തിൽ ഗ്യാങ് ആയോ? അവര് കുറച്ചുപേര് മെമ്പേഴ്സല്ലോ. കൈസ് നമുക്ക് ഇതാക്കാം ട്രെയിലറൊക്കെ കാണാം കൈസ്. എല്ലാവരും ഒന്ന് ചില്ല അവിടെ. നിങ്ങളൊക്കെ ഒന്ന് ചില്ലാവ്. നിങ്ങളെല്ലാവരും ഒന്ന് ഇത്ര തീർതി. എല്ലാവരും ഒന്ന് ചില്ലാവ്. നമുക്കെല്ലാം സെറ്റാക്കാം. കേറാം. എവിടെ കിടപ്പുണ്ടോ MRCയുടെ ഇത് ഡിസ്കോഡിലുണ്ടോ? അയ്യോ, പാട്ട് വന്നല്ലേ. ഡിസ്കോഡിലുണ്ടോ MRCയുടെ ലിസ്റ്റ്? ഏത് നമ്മുടെ ഡിസ്കോഡിലാണോ അവരുടെ എക്സലാൻഡിസിലാണോ? നമ്മുടെ ഡിസ്കോഡിലാണോ എക്സലാൻഡിസിലാണോ ഗൈസ്? ഒന്ന് പറയോ. എക്സലാൻഡിസ്. ഓക്കെ. എക്സലാൻഡിസ്. എവിടെ ഗ്യാങ് ആപ്ലിക്കേഷനിലാണോ? ഗ്യാങ്ങിന്റെ ഒക്കെ എവിടെയാ നോക്കട്ടെ ഒരു സെക്കൻഡ്. ഇവിടെ ഗ്യാങ് ആപ്ലിക്കേഷൻ നോക്കട്ടെ. ഗ്യാങ് ആപ്ലിക്കേഷൻസ്. ഓക്കെ. ഗ്യാങ് നെയിം MRC, ടാഗ് MRC, ഗ്യാങ് കളർ ബ്ലാക്ക് ഗോൾഡ് വൈറ്റ്. അയ്യോ, ഈ ബ്ലാക്ക് ഗോൾഡ് എൻ്റെ ഫേവറേറ്റ് കളറാണ്. ഹർലും കണ്ടിട്ടില്ലേ നിങ്ങൾ? എൻ്റെ സെൽറ്റോസ് ഇപ്പോൾ ഞാൻ താർ ചെയ്തപ്പോഴും ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആണ് ഞാൻ ചെയ്തത്. എൻ്റെ ഫേവറേറ്റ് കളർ അവറായിരിക്കും. വൈറ്റ് കൂടെ എത്ര 3 കളർ അതെനിക്ക് അറിഞ്ഞൂടാ. ഗ്യാങ് ലീഡർ MRC തൊപ്പി, കോ ലീഡർ മാക്ക്, കോ ലീഡർ MRC ഷെയ്ക്ക്, MRC ഷമീർ. ഓക്കെ. മെമ്പേഴ്സ് MRC ജോക്കർ, ജെയിന്, ഉസ്മാൻ. അവനൊരു ചാൻസ് കിട്ടിയല്ലോടാ, സന്തോഷം. ഉസ്മാന്, ഷെർലോക്ക്, MRC ചാപ്സ്, MRC കൂപ്പർ, MRC ബ്ലേക്ക്, MRC ബോബി, MRC ജോൺ വാട്സൺ, MRC റൊസാരിയോ, MRC ബിലാൽ, MRC ഷിബു സുൽത്താൻ, MRC ഇക്രുമോൻ, MRC ഫാൽക്കൺ, രാജുഭായി, റഷ്യൻ DNL, ജാസി, MRC പ്രണവ് സേട്ടൻ, അലൻ ഫ്രോസ്റ്റ്, CK മാരി, ചാർലി ഡേവിഡ്സൺ, അംബാൻ പ്രോ, ജിൻ സക്കായി, MRC ടക്കായി, MRC ഏവിസ് XD, MRC സെൻഡെക്സ് ഡുവർ, MRC റാൻ, MRC മെസ്സി ഗോട്ട്. 31 പേരെ അവരിപ്പോൾ തന്നെ എടുത്തല്ലേ. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗ്യാങ് തുടങ്ങുമ്പോൾ ഇങ്ങനെ തുടങ്ങുന്നതിലും നല്ലത് ബെറ്റർ അവരൊരു കുറച്ച് പേര് ഗ്യാങ്ങായിട്ട് വന്ന് ഇവിടെ നിന്ന് കളിച്ച് ഓരോ പ്ലേയേഴ്സിനെ സോർട്ട് ചെയ്ത് പയ്യെ ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യേണ്ടതായിരുന്നു എൻ്റെ ഇത്. പക്ഷെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഈ ലൈനപ്പ് വെച്ചിട്ട് MRC ആൻഡ് TVA ഫ്രണ്ട്ലി ആയിട്ട് പോകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാനിത് വേറെ ഒരു ഇതിലും പറയണമല്ല ഗൈസ്. നിങ്ങൾ MRCയിൽ RP കാണുന്ന കുറച്ച് പുതിയ ഓഡിയൻസ് ഉണ്ടാവും. അവർക്ക് ഈ പഴയ പാസ്റ്റ് ഒന്നും അറിയത്തില്ല. ഇതിൽ കുറേ പ്ലേയേഴ്സായിട്ട് നമുക്ക് നമ്മുടെ പ്ലേയേഴ്സിന് പേഴ്സണലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സോ അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സിറ്റിയിൽ അടിവെല്ലാം പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അത് RP ആയിട്ട് മാത്രം കാണാനുള്ളൊരു ബോധം ഉണ്ടാവണം എന്ന് ഞാൻ ഇപ്പോഴേ പറയുവാണ്. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഉറപ്പാണ് MRC ഒരു ഫ്രണ്ട്ലി ഗ്യാങ് ആയിട്ട് ഒരിക്കലും പോകത്തില്ല. ബാക്കിയൊക്കെ അവരുടെ കാര്യം. അപ്പോൾ നമുക്കതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. അതാണ് സത്യം. മനസ്സിലായോ? അതാണ് സത്യം. അത് എല്ലാവർക്കും അറിയാം. ഞാനത് ഇപ്പോഴേ പറയുവാണ്. സോ ഇതിൽ HF ആയാലും അങ്ങനെ കുറേ ആൾക്കാർ ഇതിലുണ്ട്. നമുക്ക് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഇവരൊരു പുതിയ തുടക്കം അവർ നന്നായിട്ട് കളിക്കുന്നെങ്കിൽ കാണുക. നമ്മളായിട്ട് അങ്ങനെ വെറുതെ പോയിട്ട് നമുക്ക് നേരത്തെ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ പോയിട്ട് അലമ്പൊന്നും ഉണ്ടാക്കത്തില്ല. ഒന്നുമില്ലെങ്കിൽ ഈ എൻ്റെ പേരിൽ ഒരുപാട് നാളുണ്ടായിരുന്നത് ഇന്ന് ഞാനാക്കിയ പേരിതാ. മനസ്സിലായി? ഈ 3 അക്ഷരത്തോട് ബാക്കി എന്തിനോട് ആരോട് ഞാൻ കാണിച്ചില്ലെങ്കിലും ഈ 3 അക്ഷരത്തിനോട് എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഇനിഷ്യലി എനിക്ക് അത് പെട്ടെന്ന് ഞാൻ ചാടിക്കയറി ഒരിക്കലും ഇവർ ഗ്യാങ് ആവുന്ന ഉടനെ സിറ്റുവേഷൻ എടുക്കാനൊന്നും നമ്മുടെ TVയുടെ സൈഡിൽ നിന്ന് നമ്മളുണ്ടാവില്ല. പക്ഷെ അവരും ഒരു ന്യൂ സ്റ്റാർട്ട് ആയതുകൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ RP അല്ലേ. അത് ചിലപ്പോൾ അവർ നല്ല സ്റ്റാർട്ടിന് വേണ്ടിയിട്ടായിരിക്കും ഇത്രയും പേര് വരുന്നത്. അപ്പോൾ അവരങ്ങനെ തുടങ്ങുന്നെങ്കിൽ തുടങ്ങിക്കോട്ടെ. അണ്ടിൽ നമുക്ക് ഉപദ്രവമില്ലാത്തടത്തോളം കാലം ഞങ്ങൾ
സിറ്റുവേഷൻ എടുക്കാനൊന്നും പഴയ ഈ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ സിറ്റുവേഷൻ എടുക്കാനൊന്നും പോകത്തില്ല. അപ്പോൾ എനിവേ ഓൾ ദ ബെസ്റ്റ് MRC. തൊപ്പി അടിപൊളിയായ ഒരു ഗ്യാങ് കൊണ്ടുപോട്ടെ, അടിപൊളിയായിട്ടൊരു ഗ്യാങ് സെറ്റായിട്ട് വരട്ടെ, ഒരു സുഖമുള്ളൂ. അപ്പോൾ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആവട്ടെ. TVക്ക് നമ്മുടെ ബാക്കി എല്ലാവർക്കും ഒരു നല്ല കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു ഗ്യാങ് ആയിട്ട് ബിൽഡ് ചെയ്ത് തരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ, നമുക്ക് തുടങ്ങാം. ഞാൻ